നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാന്റെ നട്ടെല്ലൊടിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 6ാം മാസത്തിലേക്ക് കടന്ന യുദ്ധവും കടുത്ത സാമ്പത്തിക നീക്കങ്ങളും പശ്ചിമേഷ്യയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക D-Day ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ US ട്രഷറി ഒരുങ്ങുകയാണ് എന്നാണ് വിവരം. ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യമിട്ട് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് തിങ്കളാഴ്ച ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും. ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ US നേവി ഉപരോധം ശക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതിനായി US തങ്ങളുടെ പ്രമുഖ വിമാനവാഹിനി കപ്പലായ USS ജോർജ് വാഷിംഗ്ടൺ ഉൾപ്പെടെ ഉള്ളവ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെയും കടുത്ത നടപടിയുണ്ടാകുമെന്ന് US ട്രഷറി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഭീഷണി തള്ളിക്കളഞ്ഞ ഇറാൻ ബദൽ മാർഗങ്ങളുണ്ടെന്ന് വ്യക്തമാക്കി തിരിച്ചടിക്ക് തയ്യാറാകുകയാണ്. US-നെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങളുടെ എണ്ണ സാമ്പത്തിക താൽപര്യങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമെന്നും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ആഗോള എണ്ണക്കടത്ത് പൂർണ്ണമായി തടയുമെന്നും ഇറാന്റെ സുരക്ഷാ തലവൻ മൊഹ്സെൻ റസായി മുന്നറിയിപ്പ് നൽകി. ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഉപരോധങ്ങൾ നടപ്പിലാക്കാനാണ് അമേരിക്കയുടെ നീക്കം. ഇറാന്റെ എണ്ണ വിൽപ്പന ശൃംഖലകൾ, കറൻസി വിനിമയ കേന്ദ്രങ്ങൾ, ഷിപ്പിംഗ് രജിസ്ട്രികൾ എന്നിവയാണ് ഈ പുതിയ ഉപരോധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാന്റെ ക്രൂഡ് ഓയിലും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ആഗോള വിപണിയിൽ വിൽക്കാനുള്ള കഴിവ് പൂർണ്ണമായി ഇല്ലാതാക്കുക. മാത്രമല്ല, ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളും കമ്പനികളും ആ ബന്ധം ഉപേക്ഷിക്കണമെന്നും US ആവശ്യപ്പെട്ടു. ഇറാനുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ പുലർത്തുന്ന ഏത് രാജ്യവും സ്ഥാപനവും കടുത്ത അമേരിക്കൻ ഉപരോധ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക നീക്കത്തിൽ ഒപ്പം നിൽക്കാൻ അമേരിക്ക തന്റെ സഖ്യകക്ഷികളോടും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ചൈന ഈ ഉപരോധങ്ങളെ തള്ളിക്കളയുകയും നയതന്ത്ര ചർച്ചകളാണ് വേണ്ടതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഈ പുതിയ കടുത്ത ഉപരോധങ്ങൾ ലോക സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം നിലച്ച മട്ടാണ്. ഇത് ലോക രാജ്യങ്ങളിലെ ഇന്ധന വിലയെയും നാണയപ്പെരുപ്പത്തെയും ബാധിക്കും. അമേരിക്ക പ്രഖ്യാപിച്ച ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ വഷളാക്കാനും സൈനിക സംഘർഷം ശക്തമാകാനും ഇടയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മാസങ്ങളായി തുടരുന്ന സൈനിക പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പുതിയ നീക്കം യുദ്ധഗതിയെ പല രീതികളിൽ ബാധിക്കും. ഒന്നാമതായി, ഇറാന്റെ സൈനിക തിരിച്ചടി മുന്നറിയിപ്പ് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം ഒരു രാജ്യത്തിനു നേരെയുള്ളത് മാത്രമല്ല, മറിച്ച് എല്ലാ രാജ്യങ്ങൾക്കും എതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പുതിയ ഭീഷണികൾക്കെതിരെ തങ്ങളുടെ കര, വ്യോമ, നാവിക, സൈബർ സേനകൾ സജ്ജമാണെന്നും കടുത്ത സൈനിക തിരിച്ചടി നൽകുമെന്നും ഇറാന്റെ സൈനിക നേതൃത്വം മുന്നറിയിപ്പ് നൽകി. രണ്ടാമതായി, ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയും ആഗോള ഇന്ധന യുദ്ധവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാനലായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഇത് കാരണമാകും. അമേരിക്കൻ ഉപരോധങ്ങളിലൂടെ തങ്ങളുടെ എണ്ണ വിൽപ്പന തടഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളുടെയും എണ്ണ ടാങ്കറുകളെയും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ലക്ഷ്യമിട്ടേക്കാം. ഇത് അന്താരാഷ്ട്ര ഇന്ധന വിതരണം തടസ്സപ്പെടുത്തുകയും ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. അടുത്തതായി, നയതന്ത്ര ചർച്ചകളുടെ പരാജയം. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെട്ട ഈ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ ഈജിപ്ത്, ഒമാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഈ പരമാവധി സമ്മർദ്ദ തന്ത്രം താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളെ പൂർണ്ണമായും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. ആഭ്യന്തര അസ്ഥിരതയും സൈനിക നീക്കങ്ങളും. സാമ്പത്തികമായി ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിലൂടെ അവിടുത്തെ കറൻസി മൂല്യം തകർക്കാനും ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇറാനിലെ ആഭ്യന്തര ഐക്യം തകർക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമ്പോൾ തങ്ങളുടെ സൈനിക ശക്തി കാണിച്ച് ജനങ്ങളെ കൂടെ നിർത്താൻ ഇറാൻ കൂടുതൽ വലിയ യുദ്ധങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയേറെയാണ്. ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനെ ചർച്ചകളിൽ എത്തിക്കുന്നതിന് പകരം പശ്ചിമേഷ്യയെ കൂടുതൽ അപകടകരമായ ഒരു വലിയ സൈനിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഇറാൻ നയങ്ങളെയും ഉപരോധങ്ങളെയും വിലയിരുത്തുമ്പോൾ അതിനെ കേവലം ഒരു മതപരമായ അല്ലെങ്കിൽ വംശീയമായ പശ്ചാത്തലത്തിൽ കാണുന്നതിനേക്കാൾ
തന്ത്രപരവും നയതന്ത്രപരവുമായ അന്താരാഷ്ട്ര രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് നിരീക്ഷകർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഇസ്രയേലിന്റെ തന്ത്രപരമായ താൽപര്യങ്ങൾ. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ആണവ പദ്ധതികളും മിസൈൽ സാങ്കേതികവിദ്യയും തങ്ങളുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്നാണ് ഇസ്രയേൽ കാണുന്നത്. ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ഇസ്രയേലിന്റെ സുരക്ഷയെ നേരിട്ട് ബാധിക്കും. അതിനാൽ ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ അമേരിക്കയ്ക്ക് മേൽ ഇസ്രയേൽ ഭരണകൂടം ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ അമേരിക്കയിലെ പ്രൊപ്പഗൻഡയും ലോബിയിങ്ങും. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനമുള്ള ഒരു സംഘടനയാണ് അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി. അമേരിക്കൻ ഭരണകൂടം ഇസ്രയേലിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനായി ഇവർ വാഷിംഗ്ടണിൽ ശക്തമായ ലോബിയിങ് നടത്താറുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ പല പ്രധാന തീരുമാനങ്ങളിലും ഈ ഗ്രൂപ്പുകളുടെ താൽപ്പര്യങ്ങൾ പ്രതിഫലിക്കാറുമുണ്ട്. അതുപോലെ അമേരിക്കയുടെ സ്വന്തം താൽപ്പര്യങ്ങൾ. ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് പുറമെ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കുള്ള തന്ത്രപരമായ താൽപ്പര്യങ്ങളും ഇതിനു പിന്നിലുണ്ട്. സൗദി അറേബ്യയുമായുള്ള സഖ്യം. ഇറാന്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കുന്നത് അമേരിക്കയുടെ മറ്റൊരു പ്രധാന സഖ്യകക്ഷിയായ സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്കും ആവശ്യമാണ്. പിന്നെ ഡോളറിന്റെ ആധിപത്യം. അന്താരാഷ്ട്ര എണ്ണ വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിന് പകരമായി മറ്റ് കറൻസികൾ ഉപയോഗിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ തടയുക എന്നതും അമേരിക്കയുടെ സാമ്പത്തിക ലക്ഷ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്നത് വ്യക്തമാണ്. അതുകൊണ്ട് ഇത് ജൂതബുദ്ധി തന്നെയാണ്. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യബുദ്ധിയേക്കാൾ ഉപരി ഇരു രാജ്യങ്ങളുടെയും പരസ്യമായ രാഷ്ട്രീയ സൈനിക താൽപ്പര്യങ്ങളുടെയും ശക്തമായ നയതന്ത്ര സമ്മർദ്ദങ്ങളുടെയും ഫലമായാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുടെ വിദേശനയ രൂപീകരണത്തിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ നയങ്ങളിൽ വാഷിംഗ്ടൺ DC കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലോബിയിങ് ഗ്രൂപ്പുകൾക്ക് നിർണായക സ്വാധീനമുണ്ട്. അതിലൊന്നാണ് അമേരിക്കൻ ഇസ്രയേൽ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി. അമേരിക്കൻ കോൺഗ്രസിലും ഭരണകൂടത്തിലും ഏറ്റവും സ്വാധീനമുള്ള വിദേശനയ ലോബികളിൽ ഒന്നാണിത്. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ കടുപ്പിക്കുന്നതിനും അനുകൂലമായി നിയമനിർമ്മാതാക്കളെ സ്വാധീനിക്കാൻ ഇവർ വലിയ തുക ഫണ്ടുകളായി ചെലവഴിക്കും. പിന്നെ ക്രിസ്ത്യൻ സയനിസ്റ്റ് ഗ്രൂപ്പുകൾ. യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോർ ഇസ്രയേൽ പോലുള്ള സംഘടനകൾക്ക് അമേരിക്കയിലെ കൺസർവേറ്റീവ് വോട്ട് ബാങ്കിൽ വലിയ സ്വാധീനമുണ്ട്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന വോട്ടർമാരായ ഇവരും ഇസ്രയേൽ അനുകൂല ഇറാൻ വിരുദ്ധ നയങ്ങൾക്കായി ശക്തമായി വാദിക്കുന്നവരാണ്. പിന്നെ അറബ് ലോബികൾ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കയിൽ വലിയ തോതിൽ ലോബിയിങ് നടത്തുന്നുണ്ട്. ഇറാന്റെ പ്രാദേശികമായ വളർച്ചയും മിസൈൽ സാങ്കേതികവിദ്യയും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വാഷിംഗ്ടനെ ബോധ്യപ്പെടുത്താൻ ഈ ഗ്രൂപ്പുകൾ നിരന്തരം ശ്രമിക്കാറുണ്ട്. പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടുകൾ. ഇറാനെതിരെയുള്ള അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളോട് പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. അവരെ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഉപരോധത്തെ അനുകൂലിക്കുന്നവർ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബഹ്റൈൻ. പ്രാദേശിക മേധാവിത്വം തടയൽ. മേഖലയിലെ ഷിയ സ്വാധീനമുള്ള ഇറാന്റെ വളർച്ചയെ സുന്നി ഭൂരിപക്ഷമുള്ള ഈ രാജ്യങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. യമനിലെ ഹൂതികൾക്കും സിറിയയിലെ ആസാദ് ഭരണകൂടത്തിനും ഇറാൻ നൽകുന്ന പിന്തുണ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇവർ കരുതുന്നു. പിന്നെ സാമ്പത്തിക നിയന്ത്രണം. ഉപരോധത്തിലൂടെ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടയുന്നതുവഴി മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കുള്ള ഇറാന്റെ ഫണ്ടിംഗ് കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഈ രാജ്യങ്ങൾ. അമേരിക്കൻ നീക്കങ്ങളെ ഇവ അതുകൊണ്ട് തന്നെ പിന്തുണയ്ക്കുന്നു. പിന്നെ മധ്യസ്ഥത വഹിക്കുന്നവർ. ഒമാൻ, ഖത്തർ, കുവൈറ്റ്. പിന്നെ തുല്യമായ നയതന്ത്ര ബന്ധം. ഈ രാജ്യങ്ങൾ, ഒമാൻ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ അമേരിക്കയുമായും ഇറാനുമായും ഒരേ സമയം നല്ല നയതന്ത്ര സാമ്പത്തിക ബന്ധം പുലർത്തുന്നവരാണ്. ചർച്ചകൾക്കുള്ള വേദികൾ. ഒരു യുദ്ധമുണ്ടായാൽ അത് തങ്ങളുടെയും സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്ന് ഇവർക്കും അറിയാം. അതിനാൽ വാഷിംഗ്ടണും ടെഹ്റാനും ഇടയിൽ രഹസ്യ ചർച്ചകൾക്കും വെടിനിർത്തൽ ശ്രമങ്ങൾക്കും മധ്യസ്ഥത വഹിക്കാൻ ഒമാനും ഖത്തറും എപ്പോഴും മുന്നിലുണ്ട്. പിന്നെ ഇറാന്റെ സഖ്യകക്ഷികൾ. സിറിയ, ഇറാഖ്, ലെബനൻ. പരസ്യമായ എതിർപ്പാണ് അവിടെ. ഇറാന്റെ നേരിട്ടുള്ള സാമ്പത്തിക സൈനിക സഹായത്തോടെ ഭരണകൂടങ്ങളും ഗ്രൂപ്പുകളുമാണ് ഇവിടെയുള്ളത്. അമേരിക്കൻ ഉപരോധങ്ങൾ പശ്ചിമേഷ്യയിൽ കൂടുതൽ അസ്ഥിരതയും ദാരിദ്ര്യവും മാത്രമേ ഉണ്ടാക്കൂ എന്ന് ഇവർ വാദിക്കുന്നു. ചുരുക്കത്തിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ആഭ്യന്തര ലോബികളുടെ സമ്മർദ്ദവും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള പരമ്പരാഗതമായ അധികാര മത്സരങ്ങളും ചേർന്നാണ് ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്ക് ആഗോളതലത്തിൽ ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. മലയാളി വാർത്ത, ഇൻസൈഡ്.